നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മഞ്ചേശ്വരത്ത് മകളെയും ബന്ധുവിനെയും കുത്തിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ഉമർ ഫാറൂഖിന്റെ മൊഴി കേട്ട് നടുങ്ങിയിരിക്കുകയാണ് അന്വേഷണ സംഘം. മയക്കുമരുന്നിന് അടിമയായ തനിക്ക് ഭാര്യയെയും മകളെയും സ്വത്തും നഷ്ടപ്പെടുമെന്ന ഭയമാണ് കൊലപാതകത്തിന് പ്രേരിപ്പിച്ചത് എന്നാണ് പ്രതി കരഞ്ഞുകൊണ്ട് മൊഴി നൽകിയത്. ലഹരി ഉപയോഗം എങ്ങനെ ഒരു മനുഷ്യനെ മൃഗമാക്കി മാറ്റുന്നു എന്നതിന്റെ നേർക്കാഴ്ചയാണ് ഈ ഇരട്ട കൊലപാതകം മാറിയിരിക്കുന്നത്. തിങ്കളാഴ്ച വൈകിട്ടാണ് മകൾ ജുമൈലയും, അതായത് 18 വയസ്സുകാരിയായ ജുമൈലയും ബന്ധു ഷേഖ് അഭയെയും 53 വയസ്സുകാരനാണ് ഉമർ ഫറൂഖ് ക്രൂരമായി കൊലപ്പെടുത്തിയത്. ഹൃദയധമനിയിലേറ്റ ആഴത്തിലുള്ള കുത്താണ് ജുമൈലയുടെ മരണകാരണം. സ്വന്തം പിതാവിന്റെ കൈകളാൽ ആ പെൺകുട്ടിയുടെ ഹൃദയം പിളർക്കപ്പെടുകയായിരുന്നു. വലതു തുടയിലേറ്റ ആഴത്തിലുള്ള മുറിവിനെ തുടർന്ന് അമിതമായി രക്തസ്രവം വാർന്നതാണ് ഷേഖ് അബ്ബയുടെ മരണത്തിലേക്ക് നയിച്ചത്. രക്തം വാർന്നുണ്ടായ ഹൃദയാഘാതമാണ് അബ്ബയുടെ ജീവൻ എടുത്തത്. വില്ലനായത് മയക്കുമരുന്നാണെന്നാണ് പറയുന്നത്. പ്രതി ഉമർ ഫാറൂഖ് വർഷങ്ങളായി കടുത്ത മയക്കുമരുന്ന് ഉപയോഗത്തിന് അടിമയായിരുന്നു. ലഹരി മൂലം വീട്ടിലുണ്ടായ സാമ്പത്തിക മാനസിക പീഡനങ്ങൾ സഹിക്കവയ്യാതെയാണ് ഭാര്യ താഹിയയും മകളും ഇയാളിൽ നിന്ന് അകന്നത്. ഒടുവിൽ ബന്ധം വേർപെടുത്തുക എന്ന തീരുമാനത്തിലേക്ക് കുടുംബം എത്തിയതോടെ ഉമർ ഫാറൂഖ് ആക്രമാസക്തനാവുകയായിരുന്നു. സ്വത്ത് തർക്കവും മുൻകൂട്ടി പ്ലാൻ ചെയ്ത കൊലപാതകവും. ഭാര്യയുടെ പേരിലേക്ക് മാറ്റിയ 10 സെന്റ് ഭൂമി തിരികെ വേണമെന്ന ആവശ്യമാണ് തർക്കത്തിന്റെ പ്രധാന കേന്ദ്രം. കുടുംബം തന്നെ കൈവിടുകയാണ് എന്നും സ്വത്ത് നഷ്ടപ്പെടുമെന്നും ഉറപ്പായതോടെ പ്രതി കൊലപാതകം ആസൂത്രണം ചെയ്യുകയായിരുന്നു. ആക്രമണത്തിനായി ഇയാൾ മുൻകൂട്ടി പുതിയ കത്തി വാങ്ങി സൂക്ഷിച്ചിരുന്നതായും പോലീസ് കണ്ടെത്തി. ആസൂത്രണമായി നടത്തിയ ഈ ആക്രമണത്തിൽ ഇല്ലാതായത് ഒരു പിതാവിനെ സ്നേഹിക്കേണ്ടിയിരുന്ന മകളുടെയും കുടുംബത്തിന് തുണയായിരുന്ന ബന്ധുവിന്റെയും ജീവനായിരുന്നു. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യുന്നതിനായി പോലീസ് ഉടൻ തന്നെ കസ്റ്റഡി അപേക്ഷ നൽകും. ഭാര്യയെയും മകളെയും സ്വത്തും പോകുമെന്നും ആ പേടിയിലാണ് ഞാൻ വെട്ടിയത് എന്നുമാണ് അദ്ദേഹം പറയുന്നത്. മഞ്ചേശ്വരത്തെ ഇരട്ടക്കൊലയിൽ ഉമർ ഫാറൂഖിന്റെ മൊഴി പുറത്തു വരുമ്പോൾ മകളെ കൊന്നതിൽ ഹൃദയം തുളച്ചാണ് എന്നാണ്, പെട്ടെന്നുള്ള സമ്മർദ്ദത്തിൽ തുടർന്നാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ഈ പിതാവിനെ ചേർത്തു പിടിച്ചിരുന്ന മകളുടെ ചിത്രമൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. അതേ മകളെ തന്നെയാണ് ഇന്ന് ഇയാൾ ഈ ഹൃദയധമനി തുരന്ന് എടുത്ത് അല്ലെങ്കിൽ കൊല ചെയ്തത് എന്ന് വേണമെങ്കിൽ പറയാം. കേട്ടാൽ തന്നെ കേൾക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ പോലും ഞെട്ടുന്ന തരത്തിലാണ് ഈ സംഭവ വികാസങ്ങളൊക്കെ ഓരോ വീട്ടിൽ നടക്കുന്നത് എന്നാണ് നമ്മൾ അറിയുന്നത്.